ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഈ റീസെൻ്റായി റിലീസായ ഒരു സൈക്കോളജിക്കൽ ത്രില്ലർ മൂവിയായ ഇൻ എന്ന മൂവിയുടെ കഥയാണ്. നമുക്ക് വളരെ ത്രില്ലടിച്ച് കാണാൻ പറ്റുന്ന ഒരു സൈക്കോളജിക്കൽ മൂവിയാണ് ഇത്. സോ നമുക്ക് കഥയിലോട്ട് പോകാം. മൂവിയുടെ സ്റ്റാർട്ടിംഗ് സീനിൽ ഒരു ഫാമിലി അവരുടെ റിലേറ്റീവിൻ്റെ വീട്ടിൽ പോയിട്ട് തിരിച്ച് സ്വന്തം വീട്ടിലെത്തും. ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ്, പിന്നെ അവരുടെ മകളും. കാറിൽ നിന്നും ബാഗൊക്കെ എടുത്ത് അവർ വീടിനകത്ത് കയറും. മെയിൻ നിങ്ങൾ ഓഫ് ചെയ്തില്ലായിരുന്നോ എന്ന് വൈഫ് ചോദിക്കുമ്പോൾ ഇല്ല, ഞാൻ ഓഫ് ചെയ്തിരുന്നെന്ന് ഹസ്ബൻഡും പറയും. പക്ഷേ അവർ വീട്ടിലെത്തുമ്പോൾ മെയിൻ ഓണാണ്. ഞാൻ മെയിൻ ഓഫ് ചെയ്തിട്ടാണ് വീട്ടിൽ നിന്നും പോയതെന്ന് ഉറപ്പുള്ള ഹസ്ബൻഡിന് ഇതെങ്ങനെ ഇപ്പോൾ ഓണായെന്നോർത്ത് വളരെ കൺഫ്യൂസ്ഡ് ആകും. കുട്ടിയോട് പോയി കുളിച്ചിട്ട് കിടന്നുറങ്ങാൻ പറഞ്ഞതിന് ശേഷം വൈഫും കുളിക്കാനായി പോകും. പക്ഷേ ബാത്റൂം ഓപ്പൺ ചെയ്യുന്ന അവർ പെട്ടെന്ന് ഷോക്ക്ഡായി ഹസ്ബൻഡിനെ വിളിക്കും. ഇപ്പോൾ ആരോ കുളിച്ചതുപോലെ ബാത്റൂം നനഞ്ഞു കിടക്കുന്നത് കണ്ട് ഇതെന്താണ് ഇങ്ങനെയെന്ന് ഭാര്യ ചോദിക്കുമ്പോൾ ചിലപ്പോൾ പൈപ്പ് ലീക്കായതാകാമെന്ന് അയാളും പറയും. എനിക്കൊരു ചായ ഇട്ട് തരാമോ എന്ന് അയാൾ വൈഫിനോട് ചോദിക്കും. അവർ കിച്ചണിൽ കയറി ടീ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു ഓംലെറ്റ് കൂടി വേണമെന്ന് അയാൾ പറയും. ടിവിയുടെ അടുത്തിരിക്കുന്ന ഒന്ന് രണ്ട് സാധനങ്ങൾ സ്ഥാനം മാറിയിരിക്കുന്നത് അയാൾ ശ്രദ്ധിക്കും. ഭാര്യ ഓംലെറ്റ് പ്രിപ്പയർ ചെയ്യാനായി പാൻ എടുക്കുമ്പോൾ അത് നല്ല ചൂടായിരിക്കുന്നത് കൊണ്ട് കൈ പൊള്ളുന്നതിനാൽ വൈഫ് പാൻ നിലത്തിടും. ഇതെങ്ങനെയാണ് ഇത്ര ചൂടായിരിക്കുന്നതെന്ന് ചിന്തിച്ച് ഇത് ഹസ്ബൻഡിനോട് പറയാൻ തുടങ്ങുമ്പോൾ ഹസ്ബൻഡ് അവളുടെ മുന്നിൽ ചെന്ന് ശബ്ദം വെക്കരുത്, ഈ വീടിനകത്ത് നമ്മളല്ലാതെ വേറെ ആരോ ഉണ്ടെന്ന് പറയും. രണ്ടുപേരും വളരെ ഭയത്തോടെ പോലീസിനെ കോൾ ചെയ്യാൻ തുടങ്ങുമ്പോൾ അവരുടെ അടുത്തേക്ക് ആരോ വരുന്ന ശബ്ദം കേൾക്കും. ശബ്ദം കേട്ടിടത്തേക്ക് അയാൾ നോക്കാൻ തുടങ്ങുമ്പോൾ ആരോ അയാളുടെ തലക്കടിച്ച് നിലത്തിടും. ഇത് കണ്ട് പേടിച്ച് വൈഫ് ഓടാൻ തുടങ്ങുമ്പോൾ ആ സ്ട്രേഞ്ചർ ഒരു ചുറ്റിക കൊണ്ട് വൈഫിനെയും അടിച്ചു കൊല്ലും. കുളി കഴിഞ്ഞ് ബാത്റൂമിൽ നിന്നും അവരുടെ മകൾ താഴേക്ക് വരും. അച്ഛനെയും അമ്മയും കാണാത്തത് കൊണ്ട് കുട്ടി ഭയത്തോടെ അമ്മയെ വിളിച്ചുകൊണ്ടാണ് വരുന്നത്. തറയിൽ രക്തം വീണ് കിടക്കുന്നത് കണ്ട് കുട്ടി ഭയപ്പെടും. പക്ഷെ വളരെ കൂളായി ആ കില്ലർ ബ്ലഡൊക്കെ തുടച്ചു മാറ്റുന്നത് കണ്ട് നിങ്ങൾ ആരാണെന്ന് കുട്ടി ചോദിക്കുമ്പോൾ ആ ചുറ്റിക കൊണ്ട് അവരുടെ കുട്ടിയെയും അയാൾ കൊല്ലും. ചുറ്റികയിലുള്ള ബ്ലഡൊക്കെ അയാൾ കഴുകിക്കളയുന്നത് കാണിച്ച് ഈ മൂവിയുടെ ടൈറ്റിൽ ഇൻ എന്ന് കാണിക്കും. ഈ സംഭവം നടന്ന ഒരാഴ്ചയ്ക്ക് ശേഷം ഈ കഥയിലെ ഹീറോയിൻ ജെന്നിഫറിനെ കാണിക്കും. ജെന്നിഫർ മീഡിയ ഫീൽഡിലാണ് വർക്ക് ചെയ്യുന്നത്. രാവിലെ ജോഗിംഗ് ചെയ്യുന്ന ജെന്നിഫറിന് ഒരു കോൾ വരും. കോൾ വന്നയുടനെ എനിക്ക് ഉടനെ പോകണമെന്ന് ഫ്രണ്ടിനോട് പറഞ്ഞ് ജെന്നിഫർ വീട്ടിൽ പോയി ഫ്രഷ് ആയതിനു ശേഷം അവളുടെ അച്ഛമ്മയെ വിളിച്ചെഴുന്നേൽപ്പിക്കും. ഞാൻ അർജൻറ്റായി ഒരിടം വരെ പോകുകയാണ്, കറക്റ്റായി ഫുഡും മെഡിസിനും ഒക്കെ കഴിക്കണമെന്ന് പറഞ്ഞ് ജെന്നിഫർ പോകാനിറങ്ങും. അപ്പോൾ അവിടേക്ക് ആമയെന്നൊരു പെൺകുട്ടി വരും. ജെന്നിഫറിന്റെ അമ്മ തനിച്ചായതുകൊണ്ട് ആമയാണ് അമ്മയ്ക്ക് പകൽ സമയങ്ങളിലും രാത്രി ജെന്നിഫർ തിരിച്ചു വരുന്നത് വരെയും കൂട്ടിരിക്കുന്നത്. അവിടെ സീൻ കട്ട് ചെയ്ത് സ്റ്റാർട്ടിങ്ങിൽ കൊലപാതകം നടന്ന വീട് കാണിക്കും. ഒരാഴ്ചയ്ക്ക് ശേഷം ആ വീട്ടിലെത്തുന്ന അവിടുത്തെ ക്ലീനറാണ് മരിച്ച 3 പേരുടെയും ബോഡി കാണുന്നത്. ഇതറിഞ്ഞ് പോലീസും മീഡിയയും സ്പോട്ടിലെത്തും. ഫോറൻസിക് ഡിപ്പാർട്ട്മെന്റ് എന്തെങ്കിലും തെളിവ് കിട്ടുമോ എന്ന് വീട് മുഴുവനായും ചെക്ക് ചെയ്യാൻ തുടങ്ങും. ജോൺ ലൂക്ക് എന്നൊരാളുടെ ഫാമിലിയും കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ഇതേ രീതിയിൽ കൊല്ലപ്പെട്ടിരുന്നു. ആ കൊലപാതകങ്ങളും ഇത് തമ്മിലും സിമിലാരിറ്റീസ് ഉണ്ടെന്ന് പോലീസിന് മനസ്സിലാകും. ജെന്നിഫറും ഒരു ഇൻവെസ്റ്റിഗേഷൻ ജേർണലിസ്റ്റ് ആയതിനാൽ ജോൺ ലൂഫിന്റെ ഫാമിലിയുടെ കൊലപാതകവും ഈ കൊലപാതകങ്ങളും തമ്മിൽ നല്ല കണക്ഷനുണ്ട്. സോ കില്ലർ ഒരാളാണോ എന്നും പോലീസ് ഉടനെ കില്ലറിനെ കണ്ടെത്തുമോ എന്നും ജെന്നിഫർ ഇൻസ്പെക്ടർ അയ്യപ്പദാസിനോട് ചോദിക്കും. ഞങ്ങൾ മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ടെന്ന് അയ്യപ്പദാസ് പറയുമ്പോൾ എപ്പോഴാണ് സാർ അടുത്ത കൊലപാതകം നടക്കുന്നതിന് മുൻപെങ്കിലും നിങ്ങൾ കില്ലറിനെ പിടിക്കുമോ എന്ന് ദേഷ്യത്തോടെ ജെന്നിഫർ ചോദിക്കും. ജെന്നിഫറിനോട് അയ്യപ്പദാസിന് ദേഷ്യം തോന്നുമെങ്കിലും അവളുടെ ചോദ്യത്തിന് റിപ്ലൈ ഒന്നും ചെയ്യാതെ അയാൾ അവിടെ നിന്നും പോകും. ആ ഡെഡ് ബോഡികൾ പോസ്റ്റ്മോർട്ടം ചെയ്യുന്നിടത്തേക്ക് ജെന്നിഫർ അവളുടെ ഫ്രണ്ടുമായി വരും. ജോൺ ലൂഫ് എന്നയാളുടെ ഫാമിലിയുടെയും മരണകാരണമാണോ ഈ ഫാമിലിയുടെയും എന്നറിയാനായി ആ ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്ന ജെന്നിഫറിന്റെ പരിചയക്കാരനെ കണ്ട് ചോദിക്കാനാണ് ഹീറോയിൻ ആ ഹോസ്പിറ്റലിലേക്ക് ചെല്ലുന്നത്. ജെന്നിഫറിന്റെ കൂടെയുള്ള ഫ്രണ്ട് കാറിലിരുന്ന് സിഗരറ്റ് വലിക്കുന്നത് അവരുടെ അടുത്ത് കിടക്കുന്ന കാറിലുള്ള ഒരാൾ ശ്രദ്ധിക്കും. ജെന്നിഫറും ഫ്രണ്ടും അയാൾ തങ്ങളെ ശ്രദ്ധിക്കുന്നത് കണ്ട് പെൺകുട്ടികൾ സിഗരറ്റ് വലിക്കുന്നത് സദാചാര ആംഗ്ലമാർക്ക് ഇഷ്ടപ്പെടുന്നില്ലെന്ന് പറയും. ഹീറോയിനും അയാളെ ശ്രദ്ധിക്കുന്നതിനിടയിലാണ് ജെന്നിഫറിന്റെ പരിചയക്കാരൻ അങ്ങോട്ട് വരിക. ജോൺ ലൂഫിന്റെ ഫാമിലിക്ക് സംഭവിച്ചതുപോലെയല്ലേ ഇവരുടെ മരണവുമെന്ന് ഹീറോയിൻ ചോദിക്കുമ്പോൾ അത് എന്ന് അയാളും പറയും. ചുറ്റിക പോലുള്ള എന്തോ ഒരു ആയുധം കൊണ്ട് തലക്കടിച്ചാണ് ഇവരെയും കൊന്നിരിക്കുന്നതെന്ന് അയാൾ പറയും. പോസ്റ്റ്മോർട്ടം ചെയ്യുന്നതിന്റെ കുറച്ച് ഫോട്ടോസ് കൂടി എനിക്ക് ഒപ്പിച്ചു തരാമോ എന്ന് ജെന്നിഫർ ചോദിക്കുമ്പോൾ തരാമെന്ന് അയാളും പറയും. ഈ ഹെൽപ്പിനൊക്കെ പകരമായി ഹീറോയിൻ അയാൾക്ക് പണം കൊടുത്ത് സഹായിക്കാറുണ്ട്. സീരിയൽ കില്ലിങ്ങുമായി ബന്ധപ്പെട്ട് ധാരാളം ഫോട്ടോസ് ജെന്നിഫർ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്.
ആ കൂടെ ഈ റീസെൻ്റായി നടന്ന കൊലപാതകത്തിന്റെ ഫോട്ടോസും ജെന്നിഫർ സ്റ്റിക്ക് ചെയ്ത് വെക്കും. ജോൺ ലോ ഫാമിലിയുടെയും ഈ ഫാമിലിയുടെയും കൊലപാതകങ്ങൾ ഒരാൾ തന്നെയാണ് ചെയ്തിരിക്കുന്നതെന്ന് ഹീറോയിന് മനസ്സിലാകും. കാരണം രണ്ട് കൊലപാതകങ്ങളുടെയും പാറ്റേൺ ഒരേ രീതിയിലാണ്. സീരിയൽ കില്ലിങ്ങിനെ കുറിച്ചും സൈക്കോ കില്ലേഴ്സിനെ കുറിച്ചും ജെന്നിഫർ ഒരു ആർട്ടിക്കിൾ തയ്യാറാക്കും. ഫ്രണ്ട് ഹീറോയിന് കോൾ ചെയ്ത് ഹീറോയിന്റെ ആർട്ടിക്കിൾ GM വായിച്ചെന്നും ഔട്ട്സ്റ്റാൻഡിംഗ് ആണെന്നും നെക്സ്റ്റ് വീക്ക് പബ്ലിഷ് ചെയ്യുമെന്നും പറയും. ഇത് കേട്ട് ഹീറോയിൻ വളരെ ഹാപ്പിയാകും. ഈ സന്തോഷ വാർത്ത അച്ചമ്മയോട് പറയാൻ ചെല്ലുമ്പോൾ അച്ചമ്മയും ആമയും വളരെ ഇൻട്രസ്റ്റോടെ നെറ്റ്ഫ്ലിക്സിൽ മൂവി കണ്ടുകൊണ്ടിരിക്കുന്നത് കണ്ട് എനിക്ക് പ്രമോഷൻ കിട്ടിയെന്ന് വളരെ ഹാപ്പിയായി ഹീറോയിൻ പറയും. പക്ഷെ ഹീറോയിൻ പറയുന്നതൊന്നും ശ്രദ്ധിക്കാതെ അവർ രണ്ടുപേരും സിനിമയിൽ മുഴുകിയിരിക്കുന്നത് കണ്ട് വിഷമത്തോടെ ജെന്നിഫർ റൂമിലേക്ക് പോകുമ്പോൾ അച്ചമ്മ അവളെ സന്തോഷത്തോടെ കെട്ടിപ്പിടിക്കും. അവിടെ സീൻ കട്ട് ചെയ്ത് കേസന്വേഷിക്കുന്ന ഇൻസ്പെക്ടർ അയ്യപ്പദാസിന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കിട്ടും. ജോൺ ലൂഫിന്റെ മരണം പോലെയാണ് ഈ ഫാമിലിയിലും നടന്നിരിക്കുന്നതെന്ന് ഡോക്ടർ പറയും. അതുപോലെ ഒരു എവിഡൻസുകളും അവശേഷിക്കാതെ വീട് നന്നായി കില്ലർ ക്ലീൻ ചെയ്തിട്ടുമുണ്ട്. പോലീസ് സ്പോട്ടിലെത്തുന്നത് വരെയും കില്ലർ ആ വീട്ടിലുണ്ടായിരുന്നതിന്റെ തെളിവുകളും കിട്ടിയിട്ടുണ്ടെന്ന് ഫോറൻസിക് ഓഫീസർ പറയുമ്പോൾ ഈ കില്ലിംഗ് ഒക്കെ ഒരു സീരിയൽ കില്ലർ ആകുമോ ചെയ്തിരിക്കുന്നതെന്ന് SI ചോദിക്കും. അതിന് ചാൻസ് ഉണ്ടെന്ന് അയാൾ പറയും. നെക്സ്റ്റ് ഡേ നൈറ്റ് ആ സൈക്കോ കില്ലറിനെ കാണിക്കും. മറ്റൊരു വീട് ലക്ഷ്യം വെച്ച് അവൻ ആ വീട്ടിലേക്ക് കടക്കാൻ ശ്രമിക്കും. പുറത്തുനിന്നും ശബ്ദം കേൾക്കുന്ന ആ വീട്ടിലെ പ്രായമായ ലേഡി വാതിൽ തുറന്ന് പുറത്തിറങ്ങി നോക്കുമെങ്കിലും അവിടെ ആരെയും തന്നെ കാണില്ല. പക്ഷെ ഈ സമയം കൊണ്ട് കില്ലർ ആ വീടിനുള്ളിൽ കടക്കും. ആ വീട്ടിൽ ഈ ലേഡിയും അവരുടെ മകനും മാത്രമാണ് ഉള്ളത്. മകൻ ഒരു പള്ളിയിലച്ഛനായതുകൊണ്ട് പകുതി ദിവസങ്ങളിലും അദ്ദേഹം വീട്ടിലുണ്ടാകാറില്ല. ഫോൺ റിംഗ് ചെയ്യുന്നത് കേട്ട് ആ ലേഡി കോൾ അറ്റൻഡ് ചെയ്യും. വിളിക്കുന്നത് ജെന്നിഫറിന്റെ അച്ഛമ്മയാണ്. ഇവർ അടുത്തടുത്ത വീടുകളിലാണ് താമസിക്കുന്നത്. സോ കാഷ്വലായി അവർ ഫോൺ ചെയ്ത് വീട്ടിലെ കാര്യങ്ങളൊക്കെ സംസാരിക്കും. ഇവർ ഫോണിൽ സംസാരിക്കുന്നത് മുകളിലെ നിലയിൽ നിന്നും കില്ലർ വാച്ച് ചെയ്യുന്നത് കാണിക്കും. മുകളിലെ റൂം വൃത്തികേടായി കിടക്കുന്നത് കണ്ട് ആ കില്ലർ റൂമുകളൊക്കെ വൃത്തിയാക്കാൻ തുടങ്ങും. ആ റൂമിലുള്ള ഒരു കണ്ണാടിയിൽ അവൻ നോക്കുന്നത് കാണിക്കും. ഇപ്പോഴാണ് ആ കില്ലറിന്റെ ഫേസ് മൂവിയിൽ കാണിക്കുക. വീടൊക്കെ ക്ലീൻ ചെയ്തതിനു ശേഷം അവിടുത്തെ റെസ്റ്റ് റൂമിൽ കയറി അവൻ കുളിച്ചതിന് ശേഷം ആ ലേഡിയുടെ മകന്റെ അച്ഛന്റെ കുപ്പായവും ആ കില്ലർ ധരിക്കും. രാത്രിയിലും TV ഓൺ ചെയ്ത് ആ ലേഡി മൂവി കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അവരുടെ പുറകിലൂടെ ഈ കില്ലർ മുകളിലെ റൂമിലേക്ക് പോകും. അവൻ സ്റ്റെപ്പ് കയറിക്കൊണ്ടിരിക്കുമ്പോൾ ഫോൺ വീണ്ടും റിംഗ് ചെയ്യും. ആ ലേഡി ഫോൺ എടുക്കാൻ തിരിഞ്ഞാൽ തന്നെ അവർ കാണുമെന്നുറപ്പാക്കി കില്ലർ തയ്യാറെടുപ്പോടെ നിൽക്കും. പക്ഷെ സിനിമ കാണുന്നതിന്റെ ത്രില്ലിൽ അവർ ഫോൺ എടുക്കില്ല. സോ കില്ലറും മുകളിലെ റൂമിലേക്ക് പോകും. അവൻ പോയതിനു ശേഷം തന്റെ പുറകിലൂടെ ആരോ പോയോ എന്നൊരു സംശയം തോന്നി ആ ലേഡി തിരിഞ്ഞു നോക്കും. പക്ഷെ പുറകിലൊന്നും ആരെയും കാണാത്തതിനാൽ അവർ വീണ്ടും സിനിമ കാണാൻ തുടങ്ങും. രാത്രിയിൽ ആ ലേഡിയുടെ ബെഡ്റൂം ഡോർ ഓപ്പൺ ചെയ്ത് അയാൾ അവരെ നോക്കുന്നതായി കാണിച്ച് നെക്സ്റ്റ് സീനിൽ പോലീസ് സ്റ്റേഷൻ കാണിക്കും. ആ ലേഡിയുടെ മകനായ ഫാദർ സ്റ്റേഷനിലേക്ക് വിളിച്ച് ഒരാഴ്ചയായിട്ട് ഈ വീട്ടിൽ ആരോ ഒരാൾ ആരും അറിയാതെ താമസിച്ചിരുന്നതായി തോന്നുന്നു എന്ന് പറയും. അയാളുടെ പ്രസൻസ് ഇവിടെ ഉള്ളതായി തോന്നുന്നു എന്നും അയാൾ പറയും. കേസിന്റെ ആവശ്യത്തിനായി ജെന്നിഫറും പോലീസ് സ്റ്റേഷനിലേക്ക് വരും. ജെന്നിഫർ വരുന്നത് ജനൽ വഴി നോക്കുന്ന ഇൻസ്പെക്ടർ SIയെ വിളിച്ച് ജെന്നിഫർ വന്ന സ്കൂട്ടിക്ക് 2 മിററുമില്ല, സോ അവളെ കൊണ്ട് ഫൈൻ അടപ്പിക്കണമെന്നും പറയും. ഒരു ഫാദർ കോൾ ചെയ്ത് അയാളുടെ വീട്ടിൽ ആരോ ഉണ്ടായിരുന്നതായി സംശയമുണ്ടെന്നും കംപ്ലൈന്റ് ചെയ്തിട്ടുണ്ടെന്ന് SI ഇൻസ്പെക്ടറോട് പറയുമ്പോൾ അത് ചിലപ്പോൾ ആ കില്ലർ ആകാനാണ് സാധ്യത. സോ നമുക്കിപ്പോൾ തന്നെ ആ വീട് വരെ പോകണമെന്ന് പറയും. അവിടെ ഉണ്ടായിരുന്നത് ആ കില്ലർ ആയിരുന്നെങ്കിൽ ആ വീട്ടിൽ തനിച്ചുണ്ടായിരുന്ന ആ പ്രായമായ ലേഡിയെ അയാൾ കൊല്ലില്ലായിരുന്നോ എന്ന് SI ചോദിക്കുമ്പോൾ സിനിമയിലൊക്കെ കാണുന്നത് പോലെ ഈ സൈക്കോസ് കയറുന്ന എല്ലാ വീട്ടിലും കൊലപാതകങ്ങൾ നടത്തില്ല. ഓരോരുത്തർക്കും കൊല്ലാൻ പല മോട്ടീവും ഉണ്ടായിരിക്കും. സോ നമുക്കിപ്പോൾ തന്നെ അവിടെ എത്തണമെന്ന് പറഞ്ഞ് അവർ ആ ഫാദറിന്റെ വീട്ടിലേക്ക് ചെല്ലും. ആ വീട്ടിലേക്ക് ചെല്ലുന്ന ഇൻസ്പെക്ടർ അയ്യപ്പദാസിനോട് ഫാദർ ഡീറ്റെയിൽഡ് ആയിട്ട് കാര്യങ്ങൾ പറയും. 10 ദിവസത്തെ ധ്യാനമുണ്ടായിരുന്നതിനാൽ ഞാൻ ചർച്ചിൽ തന്നെയാണ് സ്റ്റേ ചെയ്തിരുന്നത്. ഇവിടെ എൻ്റെ അമ്മ ഈ 10 ദിവസം തനിച്ചായിരുന്നു. ധ്യാനം കഴിഞ്ഞ് ഞാൻ തിരിച്ചെത്തിയപ്പോൾ എൻ്റെ റൂമൊക്കെ ആരോ ക്ലീൻ ചെയ്തിട്ടുണ്ട്. എൻ്റെ ഡ്രസ്സും ആരോ ധരിച്ചതിന് ശേഷം വാഷ് ചെയ്ത് അയയിലിട്ടിട്ടുണ്ട്. എൻ്റെ റൂമിലെ പല സാധനങ്ങൾ പൊസിഷൻ ചേഞ്ച് ആയിട്ടുണ്ട്. എൻ്റെ അമ്മയ്ക്ക് പ്രായത്തിൻ്റെതായ രോഗങ്ങളുള്ളതിനാൽ ഇതൊന്നും അമ്മ ചെയ്തതല്ല, വേറൊരാളുടെ പ്രസൻസ് ഉള്ളതായി തോന്നിയിരുന്നെന്നും ഫാദർ അവരോട് പറയുമ്പോൾ ആ സൈക്കോ കില്ലറിനെ കുറിച്ച് പറഞ്ഞതിന് ശേഷം കെയർഫുൾ ആയിരിക്കണമെന്ന് പറഞ്ഞ് പോലീസ് അവിടെ നിന്ന് പോകും. അവിടെ സീൻ കട്ട് ചെയ്ത് ആ കില്ലറിനെ കാണിക്കും. കെട്ടിടം വർക്ക് ചെയ്യുന്നവരുടെ ഹെൽപ്പറായിട്ടാണ് അവൻ ജോലി ചെയ്യുന്നത്. പണി ചെയ്തുകൊണ്ടിരിക്കുന്ന അവനെ ഓണർ വിളിപ്പിച്ചതിന് ശേഷം 2-3 ദിവസമായിട്ട് നീ എന്താണ് പണിക്ക് വരാത്തതെന്ന് ചോദിക്കും. പക്ഷേ അവൻ റിപ്ലൈ ഒന്നും ചെയ്യാതെ നിൽക്കുന്നത് കണ്ട് ഓണർ അവനെ ചീത്ത
അവസ്ഥ പറഞ്ഞ് അവിടെ നിന്നും പോകും. ഓണർ അവിടെ നിന്നും പോകുന്നത് ദേഷ്യത്തോടെ നോക്കുന്ന കില്ലറിനെ കാണിച്ച് നെക്സ്റ്റ് സീനിൽ അയ്യപ്പദാസ് അയാളുടെ വീട്ടിലിരുന്ന് കേസ് ഡീറ്റെയിൽ ആയി ചെക്ക് ചെയ്യുന്നത് കാണിക്കും. ഈ സമയം SI ഇൻസ്പെക്ടറിന് കോൾ ചെയ്ത് സർ, അടുത്ത കൊലപാതകവും നടന്നെന്ന് പറയും. ഇൻസ്പെക്ടർ സംഭവ സ്ഥലത്തേക്ക് പോകുന്ന വഴി ഹയർ ഓഫീസർ കോൾ ചെയ്ത് എത്രയും പെട്ടെന്ന് പ്രതിയെക്കുറിച്ചുള്ള ലീഡ് കിട്ടണം, 48 മണിക്കൂറിനുള്ളിൽ എന്തെങ്കിലും ലീഡ് കിട്ടിയില്ലെങ്കിൽ തനിക്ക് ഡോഗ് സ്ക്വാഡിൽ വിരമിക്കേണ്ടതായി വരുമെന്നും പറയും. സംഭവം നടന്ന വീട്ടിലേക്ക് അയ്യപ്പദാസ് എത്തും. ഒരു ലേഡിയാണ് മരിച്ചത്. അവരുടെ ഹസ്ബൻഡ് ഒരു മീറ്റിങ്ങിനായി ബാംഗ്ലൂർ പോയ സമയത്താണ് കൊലപാതകം നടന്നത്. പഴയ രീതിയിൽ തന്നെ തലയ്ക്കടിയേറ്റാണ് ഈ ലേഡിയും മരിച്ചിരിക്കുന്നത്. മറ്റ് 2 കൊലപാതകങ്ങളിൽ നിന്നും ഈ കൊലപാതകത്തിന് എന്തൊക്കെയോ വ്യത്യാസമുള്ളതായി അയ്യപ്പദാസിന് തോന്നും. എന്തെങ്കിലും തെളിവ് കിട്ടുമോ എന്ന് ഫോറൻസിക് ടീം അവിടെ മുഴുവൻ ചെക്ക് ചെയ്യും. ജെന്നിഫർ അവളുടെ അച്ചമ്മയ്ക്കൊപ്പം വീട്ടിലിരിക്കുമ്പോഴാണ് ഈ കേസിനെ കുറിച്ച് അറിയുക. ഇപ്പോൾ നടന്ന 3 കേസിലും ലാസ്റ്റ് നടന്ന മർഡറിന്റെ പാറ്റേൺ മറ്റു കൊലപാതകങ്ങളിൽ നിന്നും വ്യത്യാസമാണെന്ന് ഹീറോയിന് കൺഫേം ആകും. മർഡർ നടന്നിടത്തെ ഫോട്ടോസൊക്കെ വെച്ച് എന്തെങ്കിലും ക്ലൂ കിട്ടുമോ എന്ന് ജെന്നിഫർ തല പുകഞ്ഞ് ആലോചിക്കുമ്പോൾ കോഫിയുമായി അമ്മയും അവളുടെ അടുത്തേക്ക് വരും. ആ ഫോട്ടോസിലുള്ള സിഗരറ്റ് ഫോട്ടോസ് കാണുന്ന അച്ചമ്മ, ഈ സിഗരറ്റാണ് നിന്റെ അച്ഛനും വലിച്ചിരുന്നത്, ഇത് ഫോറിൻ ബ്രാൻഡഡ് ആണെന്നും പറയും. ഇപ്പോഴാണ് ജെന്നിഫർ ഒരു കാര്യം ശ്രദ്ധിക്കുന്നത്. മുൻപ് കൊലപാതകങ്ങൾ നടന്നിടത്തു നിന്നും കിട്ടിയത് ലോക്കൽ സിഗരറ്റ്സ് ആണ്, പക്ഷെ റീസെന്റായി മർഡർ നടന്നിടത്തു നിന്നും കിട്ടിയത് ഫോറിൻ ബ്രാൻഡഡ് സിഗരറ്റ്സ് ആണ്. സോ ലാസ്റ്റ് നടന്ന മർഡർ മറ്റാരോ ചെയ്തതാണെന്ന് ഹീറോയിന് കൺഫേം ആകും. ക്ലൂ കണ്ടുപിടിക്കാൻ ഹെൽപ്പ് ചെയ്ത അച്ചമ്മയായതിനാൽ ജെന്നിഫർ അച്ചമ്മയെ കെട്ടിപ്പിടിച്ച് താങ്ക്സ് പറഞ്ഞ് നേരെ അയ്യപ്പദാസിനെ മീറ്റ് ചെയ്യാനായി പോകും. ബട്ട് അതിനു മുൻപായി മരണകാരണം എന്താണെന്നറിയാൻ ആ ലേഡിയെ പോസ്റ്റ്മോർട്ടം ചെയ്ത ഹോസ്പിറ്റലിലേക്ക് ജെന്നിഫർ വിളിക്കുമ്പോൾ മറ്റു 2 ഫാമിലീസിലും നടന്ന കൊലപാതകങ്ങളിൽ നിന്നും ഈ ലേഡിയുടെ മർഡർ വ്യത്യാസമാണെന്ന് ജെന്നിഫറിന് മനസ്സിലാകും. അവിടെ സീൻ കട്ട് ചെയ്ത് പോലീസ് സ്റ്റേഷൻ കാണിക്കുമ്പോൾ മരിച്ച ലേഡിയുടെ ഹസ്ബൻഡിനോട് കാര്യങ്ങളൊക്കെ അയ്യപ്പദാസ് ചോദിച്ചറിയാൻ ശ്രമിക്കും. നിങ്ങൾക്ക് ബിസിനസ്സിൽ ആരെങ്കിലും ശത്രുക്കൾ ഉണ്ടോ എന്ന് അയ്യപ്പദാസ് ചോദിക്കുമ്പോൾ ഇല്ലെന്ന് അയാൾ പറയും. ശരി, നിങ്ങളുടെ വൈഫിന് വേറെന്തെങ്കിലും അഫയേഴ്സ് ഉണ്ടായിരുന്നോ എന്ന് അയ്യപ്പദാസ് ചോദിക്കും. ഇത് കേട്ടയുടനെ അയാളുടെ ഫേസ് റിയാക്ഷൻ തന്നെ മാറുമെങ്കിലും അതിനെക്കുറിച്ചൊന്നും തനിക്ക് അറിയില്ലെന്ന് പറയും. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങൾ വീണ്ടും വിളിപ്പിക്കുമെന്ന് പറഞ്ഞ് അയാളെ അയ്യപ്പദാസ് പറഞ്ഞു വിടും. ആ ലേഡിയുടെ ഹസ്ബൻഡ് പോലീസ് സ്റ്റേഷനിൽ നിന്ന് പുറത്തിറങ്ങുമ്പോഴാണ് ജെന്നിഫർ അവിടെ എത്തുക. അയാളെ കണ്ടയുടനെ തിടുക്കപ്പെട്ട് ജെന്നിഫർ സ്റ്റേഷനുള്ളിൽ ചെന്ന് അയ്യപ്പദാസിനെ കാണണമെന്നും അർജന്റ് ആണെന്നും SIയോട് പറയും. ഇത് കേട്ട് പുറത്തേക്ക് വരുന്ന അയ്യപ്പദാസ് എന്താണ് കാര്യമെന്ന് അവളോട് ചോദിക്കുമ്പോൾ കിട്ടിയ ക്ലൂ അവരോട് പറയും. മറ്റു കൊലപാതകങ്ങളിൽ കില്ലർ ഉപേക്ഷിച്ചു പോയത് ഇന്ത്യൻ ബ്രാൻഡഡ് ലോക്കൽ സിഗരറ്റ് ആണ്. പക്ഷെ ലാസ്റ്റ് ടൈം മരിച്ച ആ ലേഡിയുടെ ബോഡിയുടെ അരികിൽ നിന്നും കിട്ടിയത് ഫോറിൻ ബ്രാൻഡഡ് സിഗരറ്റ്സ് ആണ്. സോ ഈ മർഡർ മറ്റാരോ ആണ് ചെയ്തിരിക്കുന്നതെന്നും അറിയുമ്പോൾ ശരി, ഞങ്ങൾ അന്വേഷിക്കാമെന്ന് പറഞ്ഞ് അയ്യപ്പദാസ് പോകാൻ തുടങ്ങും. സർ, ഒരു മിനിറ്റ്, എനിക്കൊരാൾ സംശയമുണ്ടെന്ന് ഹീറോയിൻ പറയും. അത് ആരെയാണെന്ന് പോലീസ് ചോദിക്കുമ്പോൾ എനിക്ക് ആ ലേഡിയുടെ ഹസ്ബൻഡിനെയാണ് സംശയം. ആ ലേഡി മരിക്കുന്ന അന്ന് അയാൾ കേരളത്തിന് പുറത്തായിരുന്നെന്നാണ് പറഞ്ഞത്. പക്ഷെ ഞാൻ അയാളെ മറ്റു കൊലപാതകങ്ങൾ നടന്ന സമയത്ത് ആ ബോഡികൾ പോസ്റ്റ്മോർട്ടം ചെയ്ത് ഹോസ്പിറ്റലിന് പുറത്ത് വെച്ച് അന്ന് തന്നെ കണ്ടിരുന്നെന്ന് അവൾ പറയും. ശരി, ഞങ്ങൾ ഡീറ്റെയിൽ ആയി അന്വേഷിക്കാമെന്ന് പറഞ്ഞ് ജെന്നിഫറിനെ അവർ പറഞ്ഞു വിടും. ഇതൊക്കെ കേട്ട അയ്യപ്പദാസിനും അയാളുടെ മേൽ ഒരു ഡൗട്ട് തോന്നും. സോ അയാൾ അന്ന് ബാംഗ്ലൂരിൽ നടന്ന ബിസിനസ് മീറ്റിംഗിൽ പങ്കെടുത്തിരുന്നോ എന്ന് അന്വേഷിക്കണമെന്ന് അയ്യപ്പദാസ് SIയോട് പറയും. സാധാരണ സീരിയൽ കില്ലേഴ്സ് ഒരു സ്റ്റേറ്റിൽ അധികം നാൾ തങ്ങാറില്ല. കാരണം പിടിക്കപ്പെടുമോ എന്ന് ഭയന്ന് പല സ്ഥലങ്ങളിലും പേരും അഡ്രസ്സും ഒക്കെ മാറ്റിയായിരിക്കും ജീവിക്കുക. ഡൽഹിയിലുള്ള ഒരു ന്യൂസ് റിപ്പോർട്ടറിനെ ജെന്നിഫർ കോൾ ചെയ്ത് കേസ് ഡീറ്റെയിൽസ് പറഞ്ഞ് ഇതേ പാറ്റേണിൽ കില്ലിംഗ് നടത്തുന്ന ആരെങ്കിലും ഇന്ത്യയുടെ ഏതെങ്കിലും സ്റ്റേറ്റിൽ ഉണ്ടായിരുന്നോ എന്ന് അന്വേഷിക്കാൻ പറയും. ഹീറോയിന്റെ ഫ്രണ്ട് കാറിലിരുന്ന് സിഗരറ്റ് വലിക്കുന്നത് ആ ഹോസ്പിറ്റലിന് മുൻപിൽ വെച്ച് വാച്ച് ചെയ്തത് ആ മരിച്ച ലേഡിയുടെ ഹസ്ബൻഡായിരുന്നു. സോ ജെന്നിഫർ പറഞ്ഞ ഡീറ്റെയിൽസ് വെച്ച് പോലീസ് CCTV ചെക്ക് ചെയ്യുമ്പോൾ ആ ലേഡി മരിച്ചയെന്ന് അയാൾ കേരളത്തിൽ തന്നെ ഉണ്ടായിരുന്നെന്ന് മനസ്സിലാകും. സോ അവർ അയാളെ അറസ്റ്റ് ചെയ്ത് കൊലപാതകത്തെക്കുറിച്ച് ചോദിക്കുമ്പോൾ തന്നെ അയാൾ എല്ലാം സമ്മതിക്കും. ഞങ്ങൾ സ്നേഹിച്ച് കല്യാണം കഴിച്ചവരാണെങ്കിലും അവൾക്ക് വേറെയും അഫയേഴ്സ് ഉണ്ടായിരുന്നു. സോ ഞങ്ങൾക്കിടയിൽ വഴക്ക് പതിവായിരുന്നു.
അവളെ കൊല്ലണമെന്നുറപ്പിച്ച് ഞാനാണ് കൊന്നത്. ആ സീരിയൽ കില്ലർ കൊലപാതകം ചെയ്യുന്ന രീതി മനസ്സിലാക്കി ആ രീതിയിൽ ഞാൻ അവളെ കൊന്നു. കാരണം ഈ കേസും ആ സൈക്കോ കില്ലറിനെ തലയിലാക്കി എസ്കേപ്പ് ആകാനാണ് ഞാൻ അങ്ങനെ ചെയ്തതെന്നും അയാൾ പോലീസിനോട് സമ്മതിക്കും. അവിടെ സീൻ കട്ട് ചെയ്ത് ജെന്നിഫർ വീട്ടിലേക്ക് വരുമ്പോൾ അച്ഛമ്മ സ്റ്റാർ തൂക്കുന്നത് കണ്ട് ഞാൻ ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞ് അവൾ സ്റ്റാർ സെറ്റ് ചെയ്യും. ഈ സമയം അയ്യപ്പദാസ് അവൾക്ക് കോൾ ചെയ്ത് ഉടനെ സ്റ്റേഷനിലെത്തണമെന്ന് പറയും. എനിക്ക് അർജന്റായി സ്റ്റേഷൻ വരെ പോകണമെന്ന് പറഞ്ഞ് ജെന്നിഫർ പോകാൻ തുടങ്ങുമ്പോൾ ഇന്ന് ക്രിസ്മസ് ആണ്, സോ രാത്രിക്ക് മുൻപ് തിരിച്ചു വരണമെന്ന് അച്ഛമ്മയും പറയും. ജെന്നിഫർ സ്റ്റേഷനിലേക്ക് വരുന്നത് അയ്യപ്പദാസ് ജനലിലൂടെ ശ്രദ്ധിക്കും. അവൾ വണ്ടിക്ക് മിറർ വെച്ചിരിക്കുന്നതും അയാൾ നോട്ട് ചെയ്യും. നിന്റെ വണ്ടിക്ക് മിറർ ഇല്ലാതെ കഴിഞ്ഞ തവണ വന്നപ്പോൾ ഞാൻ നിന്നെ കൊണ്ട് ഫൈൻ അടപ്പിച്ചു. കാരണം എൻ്റെ മകളും വൈഫും മരിച്ചത് ഒരു ആക്സിഡന്റിലാണ്. മിറർ ഇല്ലാതെ സ്കൂട്ടർ എടുത്തപ്പോൾ ഉണ്ടായ ആക്സിഡന്റ് ആയിരുന്നു അതെന്നും എൻ്റെ മകൾക്കും നിന്റെ പ്രായമാണെന്നും വളരെ ഫീലോടെ അയ്യപ്പദാസ് അവളോട് പറയും. അതൊക്കെ പോട്ടെ, ഈ സീരിയൽ കില്ലിങ്ങിനെ കുറിച്ച് നിനക്ക് വേറെ എന്തെങ്കിലും ക്ലൂ കിട്ടിയോ എന്ന് അയ്യപ്പദാസ് അവളോട് ചോദിക്കുമ്പോൾ എനിക്ക് കിട്ടിയ തെളിവുകൾ അനുസരിച്ച് ആ സീരിയൽ കില്ലറിന്റെ മോട്ടീവ് കില്ലിംഗ് അല്ല, പകരം നല്ല വീടുകളിൽ ആർഭാടമായി താമസിക്കുക എന്നതാണ്. അതിന് അവന് എന്തെങ്കിലും തടസ്സമുണ്ടാകുമ്പോഴാണ് അവൻ അവരെ കൊല്ലുന്നതെന്നും അവൾ പറയും. കാരണം അവൻ കയറിയ എല്ലാ വീടുകളിലും അവൻ കൊലപാതകങ്ങൾ ചെയ്തിട്ടില്ല, പക്ഷേ അവൻ വളരെ ഡേഞ്ചറസ് ആണ്. സോ പെട്ടെന്ന് തന്നെ അവനെ കണ്ടെത്തണമെന്നും ജെന്നിഫർ അയ്യപ്പദാസിനോട് പറയും. നെക്സ്റ്റ് സീനിൽ ആ സൈക്കോ മറ്റൊരു വീട് ലക്ഷ്യമാക്കി വരുന്നത് കാണിക്കും. ആ വീട് ജെന്നിഫറിന്റെ വീട് തന്നെയാണ്. ബൈബിൾ വായിച്ചുകൊണ്ടിരിക്കുന്ന അച്ചമ്മയ്ക്ക് ആരോ ജനലിലൂടെ നോക്കുന്നത് പോലെ തോന്നും. പക്ഷെ അമ്മ ജനലിലൂടെ നോക്കുമ്പോൾ അവിടെ ആരെയും കാണില്ല. എന്തോ ഭയം തോന്നി വീടിന്റെ വാതിലുകളെല്ലാം ലോക്കാണോ എന്ന് അമ്മ ചെക്ക് ചെയ്യും. ജെന്നിഫറിന്റെ റൂം ഡോറ് ഓപ്പണായി കിടക്കുന്നത് കണ്ട് അമ്മ ഡോർ ലോക്ക് ചെയ്ത് കിച്ചണിലെത്തി വെള്ളം കുടിക്കാൻ തുടങ്ങുമ്പോൾ ഗ്ലാസ് ഇട്ട ഡൈനിങ് ടേബിളിലൂടെ പുറകിൽ നിന്നും ആരോ അമ്മയെ നോക്കുന്നത് അമ്മ കാണും. ഭയം മൂലം കൈയൊക്കെ വിറയ്ക്കുന്നുണ്ടെങ്കിലും താൻ അവനെ കണ്ടെന്ന് കില്ലർ അറിയാതിരിക്കാൻ തിരിഞ്ഞു നോക്കാതെ ടേബിളിലിരുന്ന ഫോൺ എടുത്ത് അമ്മ ജെന്നിഫറിന് കോൾ ചെയ്യും. പക്ഷെ അമ്മയുടെ തൊട്ടുപുറകിൽ തന്നെ കില്ലർ നിൽക്കുന്നത് കാണിക്കും. ജെന്നിഫറിനെ അമ്മ കോൾ ചെയ്യുമെങ്കിലും സ്കൂട്ടർ ഓടിക്കുന്നതിനാൽ ഹീറോയിൻ കോൾ അറ്റൻഡ് ചെയ്യില്ല. ജെന്നിഫർ കോൾ എടുക്കാത്തതിനാൽ അമ്മ പെട്ടെന്ന് പോലീസിന് കോൾ ചെയ്യും. അമ്മ പോലീസിന് കോൾ ചെയ്യുന്നത് അവരുടെ പുറകിൽ നിൽക്കുന്ന കില്ലർ കാണും. സോ ചുറ്റികയുമായി അമ്മയെ കൊല്ലാനായി കില്ലർ അമ്മയുടെ അടുത്തെത്തുമ്പോൾ പെട്ടെന്ന് അലർട്ടായിരുന്ന അമ്മ ഒരു കത്തിയെടുത്ത് കില്ലറിന്റെ വയറ്റിലേക്ക് കുത്തിയിറക്കും. അങ്ങനെ ആ സീൻ കട്ട് ചെയ്ത് ഹീറോയിൻ വീട്ടിലെത്തുന്നത് കാണിക്കും. വാതിൽ ഓപ്പൺ ചെയ്ത് അവൾ അമ്മയെ വിളിച്ച് വീട്ടിലേക്ക് കയറി ചെല്ലും. അവൾ നിൽക്കുന്നതിന് സൈഡിലായി കില്ലർ ഇരിക്കുന്നത് കാണിക്കും. അവൾ അമ്മയെ അന്വേഷിക്കുന്നതിനിടയിൽ ഡൽഹിയിൽ നിന്നും ന്യൂസ് റിപ്പോർട്ടർ അവൾക്ക് കോൾ ചെയ്ത് നീ പറഞ്ഞ പാറ്റേണിൽ കൊല ചെയ്യുന്ന ഒരു കില്ലറിന്റെ ഡീറ്റെയിൽസ് കിട്ടിയിട്ടുണ്ട്, അത് ഞാൻ നിനക്ക് മെയിൽ ചെയ്തിട്ടുമുണ്ട്, സോ ചെക്ക് ചെയ്ത് നോക്കാൻ പറയും. പോലീസ് അവനെ പിടിച്ചപ്പോൾ അവൻ പോലീസിനോട് പറഞ്ഞ കാര്യങ്ങളും വീഡിയോയെ അയച്ചിട്ടുണ്ട്. സോ ചെക്ക് ചെയ്തിട്ട് എന്തെങ്കിലും സിമിലാരിറ്റീസ് ഉണ്ടെങ്കിൽ ഉടനെ പോലീസിനെ അറിയിക്കണമെന്നും ന്യൂസ് റിപ്പോർട്ടർ അവളോട് പറയും. ആ കില്ലർ ആരാണെന്നറിയാനുള്ള ആകാംക്ഷയിൽ അവൾ റൂമിൽ ചെന്ന് ലാപ്ടോപ്പ് ഓൺ ചെയ്ത് അയാൾ അയച്ച വീഡിയോ ചെക്ക് ചെയ്യും. ആ കില്ലറിന്റെ പേര് അബോയ്. ഞാൻ പല ആളുകളുടെ വീടുകളിലും സ്റ്റേ ചെയ്തിട്ടുണ്ട്. ഞാൻ അവിടെ താമസിച്ച് അവരെ സഹായിക്കുകയാണ് ചെയ്തിരുന്നത്. വളരെ മോശമായി കിടക്കുന്ന റൂമുകളും ടോയ്ലറ്റുകളും ഞാൻ ക്ലീൻ ചെയ്ത് കൊടുക്കും. പക്ഷെ എന്നെ കാണുന്നവരൊക്കെ ഉടനെ പോലീസിനെ വിളിക്കും. പോലീസിനെ വിളിക്കാൻ മാത്രം ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. പക്ഷെ പിന്നെ എന്തിനാണ് അവരൊക്കെ പോലീസിന് കോൾ ചെയ്യുന്നത്? ഞാൻ കയറുന്ന വീടുകളിൽ ആരെങ്കിലും എന്നെ കണ്ടിട്ട് പോലീസിന് കോൾ ചെയ്താൽ അവരെയൊക്കെ ഞാൻ ചുറ്റുകൊണ്ട് അടിച്ചുകൊള്ളും. ഹീറോയിൻ വീഡിയോയിലൂടെ ഈ കാര്യങ്ങളൊക്കെ കേൾക്കുന്നത് ആ കില്ലറും കേൾക്കും. ഇത് കേട്ട് അവൻ ചെയ്ത കൊലപാതകങ്ങളെ കുറിച്ചൊക്കെ അവൻ ഓർത്തെടുക്കും. ഹീറോയിൻ ഉടനെ തന്നെ പോലീസിനെ ഇൻഫോം ചെയ്യാമെന്ന് കരുതി ഫോൺ എടുക്കും. അവർ പോലീസിനെ വിളിക്കുമെന്ന് ഉറപ്പുള്ള കില്ലർ ആ ചുറ്റികയും എടുത്ത് ഹീറോയിനെ കൊല്ലാൻ തീരുമാനിക്കും. ഹീറോയിൻ പോലീസിന് കോൾ ചെയ്യാൻ തുടങ്ങുമ്പോഴാണ് നേരെ എതിരെ നിൽക്കുന്ന കില്ലറിനെ കാണുക. അവൻ ഹീറോയിനെ കൊല്ലാനായി അവളുടെ അടുത്തേക്ക് വരുമ്പോൾ ഓടി മാറാൻ ഇടമില്ലാത്തതിനാൽ തന്നെ അവൾ അവിടെ നിന്നും താഴേക്ക് ചാടും. അവളുടെ പിറകെ കില്ലറും താഴേക്ക് ചാടും. ഹീറോയിൻ രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോൾ അവൻ അവളെ അറ്റാക്ക് ചെയ്യും. അവൾക്ക് പറ്റുന്ന രീതിയിൽ അവളും ഫൈറ്റ് ചെയ്ത് പിടിച്ചു നിൽക്കാൻ ശ്രമിക്കും. ഹീറോയിനെ കഴുത്തു ഞെരിച്ച് അവൻ കൊല്ലാൻ തുടങ്ങുമ്പോൾ ഒരു തരത്തിൽ അവനെ അടിച്ച് നിലത്തിട്ട് ഹീറോയിൻ കിച്ചണിലെത്തി ടേബിളിന് പുറകിലായി ഒളിച്ചിരിക്കും. അവൾ ഒളിച്ചിരിക്കുന്നിടത്ത് തന്നെ അച്ചമ്മ മരിച്ചു കിടക്കുന്നത് കണ്ട് ഹീറോയിൻ ഷോക്ക്ഡ് ആകും. ഒന്ന് ഉച്ചത്തിൽ കരയാൻ പോലും
പറ്റാതെ അവൾ വളരെ ഫീൽ ചെയ്ത് അച്ചമ്മയെ കെട്ടിപ്പിടിച്ച് കരയും. ഹീറോയെ തപ്പി കില്ലർ കിച്ചണിലെത്തും. അവന്റെ കയ്യിൽ അകപ്പെടാതിരിക്കാൻ ഹീറോയിൻ അവനിൽ നിന്നും ഓടി ഒരു തരത്തിൽ റൂമിൽ കയറി ഡോർ ലോക്ക് ചെയ്യും. ജെന്നിഫറിന്റെ ഫോൺ അവളുടെ വാച്ചുമായി കണക്റ്റഡ് ആയതിനാൽ അവൾ വാച്ചിലൂടെ അയ്യപ്പദാസിന് കോൾ ചെയ്യും. അയ്യപ്പദാസ് കോൾ അറ്റൻഡ് ചെയ്യാത്തതിനാൽ കില്ലർ എന്റെ വീട്ടിലുണ്ട്, ഹെൽപ്പ് ചെയ്യണമെന്ന് പറഞ്ഞ് അവൾ അയ്യപ്പദാസിന് മെസ്സേജ് ചെയ്യും. മെസ്സേജ് കണ്ട അയ്യപ്പദാസ് ഹീറോയിന് കോൾ ചെയ്യുമ്പോൾ നിലത്ത് കിടന്നിരുന്ന ഹീറോയിന്റെ ഫോൺ കില്ലർ കയ്യിലെടുത്ത് അവളെ കാണിച്ചുകൊണ്ട് അടിച്ചു പൊട്ടിക്കും. അയ്യപ്പദാസ് ഉടനെ ഹീറോയിന്റെ വീട്ടിലേക്ക് വരാൻ തുടങ്ങുമെങ്കിലും അന്ന് ക്രിസ്മസ് ആയതിനാൽ തന്നെ വഴികളിലൊക്കെ നല്ല ബ്ലോക്കാണ്. എന്നും വരാറുള്ള പോലെ ആമി അവരുടെ വീട്ടിലെത്തി കോളിംഗ് ബെല്ലടിക്കും. അവളെ ഗ്ലാസിന് പുറത്തോടെ കാണുന്ന ഹീറോയിൻ തിരിച്ചുപോ, വീട്ടിലേക്ക് വരരുതെന്ന് ഉച്ചത്തിൽ വിളിച്ചു പറയുമെങ്കിലും മുഴുവനും ഗ്ലാസ് കൊണ്ട് കവർ ആയതിനാൽ തന്നെ ഹീറോയിൻ പറയുന്നതൊന്നും തന്നെ ആമിക്ക് കേൾക്കാൻ കഴിയില്ല. കോളിംഗ് ബെൽ അടിച്ചിട്ടും ആരും വാതിൽ തുറക്കാത്തതിനാൽ ആമി അവിടെ നിന്നും തിരിച്ചു പോകാൻ തുടങ്ങും. ഇത് കണ്ട് അവളെങ്കിലും രക്ഷപ്പെട്ടല്ലോ എന്നോർത്ത് ഹീറോയിൻ സമാധാനിക്കും. പക്ഷെ ഉടനെ തന്നെ വോണ്ടഡായി കില്ലർ ഡോർ ഓപ്പൺ ചെയ്യും. ഡോർ ഓപ്പൺ ആയത് കണ്ട് ആമിയും വീടിനകത്ത് കയറും. ജനലിലൂടെ ഹീറോയിൻ ആമിയെ നോക്കി രക്ഷപ്പെട്ടപ്പോ ഇവിടെ ഒരു കില്ലർ ഉണ്ടെന്നും പറയും. ജെന്നിഫർ പറയുന്നത് ആമിക്ക് ശരിക്കും മനസ്സിലാകാത്തതിനാൽ എന്താ ചേച്ചിയെന്ന് അവൾ ചോദിക്കും. പക്ഷെ കില്ലർ ചുറ്റികയുമായി അവളെ അടിച്ചു കൊല്ലാൻ തുടങ്ങുമ്പോൾ ഹീറോയിൻ ഡോർ ഓപ്പൺ ചെയ്ത് റൂമിൽ നിന്നും പുറത്തു വന്ന് അവനെ തട്ടിമാറ്റി ആമിയുമായി ഓടാൻ തുടങ്ങും. പക്ഷെ രക്ഷപ്പെടുന്നതിന് മുൻപ് തന്നെ കില്ലർ ആമിയെ പിടികൂടും. അവളെ ഒന്നും ചെയ്യരുതെന്ന് ഹീറോയിൻ പറയുമെങ്കിലും വളരെ ക്രൂരമായി കില്ലർ ആമിയെ തലിക്കടിച്ച് കൊല്ലും. ഇത് കണ്ട് വളരെ ഷോക്കായി ഹീറോയിൻ നിലത്തിരുന്ന് കരയാൻ തുടങ്ങും. അടുത്തതായി ഹീറോയിനെയും കൊല്ലാനായി കില്ലർ അടുത്തേക്ക് വരുമ്പോൾ സഡൻലി ജെന്നിഫറും അവനെ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങും. രണ്ടുപേരും മാറി മാറി ഫൈറ്റ് ചെയ്യും. ആ അടിപിടിയിൽ രണ്ടുപേർക്കും നല്ല രീതിയിൽ പരിക്കു പറ്റും. പക്ഷെ ഒന്ന് എഴുന്നേൽക്കാൻ പോലും പറ്റാത്ത രീതിയിൽ കില്ലർ ജെന്നിഫറിനെ അടിച്ചു നിലത്തിട്ടതിനു ശേഷം അവളെ കൊല്ലാനായി ചുറ്റികയുമായി വരും. അവളെ കൊല്ലാനായി തുടങ്ങുമ്പോഴേക്കും അയ്യപ്പദാസും മറ്റു പോലീസുകാരും അവിടെ എത്തും. പോലീസിനെ കണ്ട കില്ലർ ഉടനെ ഓടി രക്ഷപ്പെടും. ഹീറോയിന് ജീവനുണ്ടെന്ന് മനസ്സിലാക്കി അവർ ഉടനെ ആംബുലൻസിന് കോൾ ചെയ്യും. അവളെ സേഫായി ആംബുലൻസിൽ കയറ്റി ഹോസ്പിറ്റലിലേക്ക് പറഞ്ഞു വിട്ടതിനു ശേഷം പോലീസ് കില്ലറിനെ തിരയാൻ തുടങ്ങും. ജെന്നിഫറുമായി ആംബുലൻസ് പോകുന്ന വഴി കുറച്ച് ആളുകൾ വണ്ടിക്ക് കൈ കാണിച്ച് നിർത്തിയതിനു ശേഷം, സർ ഇപ്പോൾ ഒരു ആക്സിഡന്റ് നടന്നതാണ്, ഏതോ വണ്ടി ഇയാളെ ഇടിച്ചിട്ട് നിർത്താതെ പോയി, ഇപ്പോൾ കൊണ്ടുപോയ ജീവൻ രക്ഷിക്കാമെന്നും പറയുമ്പോൾ അയാളെയും വണ്ടിയിൽ കയറ്റാൻ SI പറയും. ചെറിയ മയക്കത്തിൽ നിന്നും കണ്ണു തുറക്കുന്ന ജെന്നിഫർ ഇപ്പോഴാണ് ആക്സിഡന്റിൽ പരിക്ക് പറ്റിയ ആളെ കാണുക. അത് മറ്റാരുമല്ല, ആ കില്ലർ തന്നെയാണ്. ഹീറോയിന്റെ വീട്ടിൽ നിന്നും രക്ഷപ്പെട്ട് ഓടുന്ന വഴിയാണ് അവൻ ആക്സിഡന്റ് ഉണ്ടാകുന്നത്. ഇവനാണ് ആ കില്ലർ എന്നവൾക്ക് എല്ലാവരോടും പറയണമെന്നുണ്ടെങ്കിലും അവൾക്കതിന് കഴിയില്ല. ജീവന് വേണ്ടി ആ കില്ലർ തുടിക്കുമ്പോൾ ആംബുലൻസിലെ നേഴ്സും അവനെ രക്ഷിക്കാൻ മാക്സിമം ട്രൈ ചെയ്യും. ഹാർട്ട് ബീറ്റ് കുറഞ്ഞുകൊണ്ടിരിക്കുന്നത് കണ്ട് നേഴ്സ് അവനെ രക്ഷിക്കാൻ മാക്സിമം ട്രൈ ചെയ്യുമെങ്കിലും ഒരു ഘട്ടത്തിൽ ആ കില്ലറും മരിക്കും. പക്ഷേ അവന്റെ മരണത്തിന് പുറകിൽ ജെന്നിഫർ തന്നെയാണ്. കാരണം അവന് കൊടുത്തിരുന്ന ഓക്സിജൻ അവന് കിട്ടാത്ത രീതിയിൽ ഹീറോയിൻ ഓക്സിജൻ മാസ്കിന്റെ ട്യൂബ് വളരെ ശക്തിയിൽ പ്രസ് ചെയ്ത് പിടിക്കും. സോ ഓക്സിജൻ കിട്ടാതെ ആ കില്ലറും മരിക്കും. സ്വന്തമായി ഉണ്ടായിരുന്ന അച്ചമ്മയും സഹോദരിയെ പോലെ ഉണ്ടായിരുന്ന ആമിയും മരിച്ചതിൽ ഹീറോയിൻ വളരെ ഫീൽ ചെയ്യും. അതിനൊപ്പം അവരെയൊക്കെ കൊന്ന ഇവനെ കൊല്ലാൻ പറ്റിയതോർത്ത് അവൾ ആശ്വസിക്കും. ഇതോടെ ഈ മൂവിയും അവസാനിക്കും. വീണ്ടും മറ്റൊരു കഥയുമായി കാണാം. അതുവരെ ടാറ്റാ.